CM-നെ വളരെ മോശമാക്കി, ഒരു ഭ്രാന്തനെ പോലെയാക്കി. CM ചെയ്ത പോലെ അത്ഭുതങ്ങൾ ഇവിടെ പുട്ടപ്പുറത്തിയിൽ സായിബാബ ചെയ്തിട്ടുണ്ട് വരെ പറഞ്ഞുകൊണ്ട് ഒരു വഹാബി നേതാവ് പ്രസംഗിച്ചിട്ട്, എന്തെണ്ണടാ താടിവാലന്മാരെ നിങ്ങൾക്കൊരു മറുപടി പറയാൻ കഴിഞ്ഞു? നിങ്ങളെവിടെയാണ്? ഇതൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞല്ലോ. ലക്ഷക്കണക്കായ യുവതി യുവാക്കൾ വസ്വാസിലായല്ലോ. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങളൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ പോയി ഈമാൻ നഷ്ടപ്പെട്ടു. നിങ്ങളെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു. ആലിമീങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിലേക്കുള്ള ഇബാദത്താണെന്ന് പറയുന്നത് നിങ്ങളെ പറ്റിയല്ല. ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന വിഭാഗം എത്രയോ സമ്മേളനങ്ങൾ നടത്തി. എന്തിന്? CM-നെ പറ്റി അനാവശ്യമായ വാക്കുകൾ ഏറെ പറയരുത്. ആയിക്കോട്ടെ, ഏറെ പറയണ്ട, ശരി, ഞാനും പറയണേ ഏറെ പറയണ്ട. അതിന് അതേ സമയത്ത് CM-നെ ഒരു പക്ക വഹാബി നേതാവ് പുട്ടപ്പർത്തിയിലെ സായിബാബയാണ് ഇതിനേക്കാൾ നല്ലതെന്ന് വരെ പ്രസംഗിച്ചില്ലേ? അത് ലക്ഷക്കണക്കായ യുവതി യുവാക്കൾ കേട്ടില്ലേ? നിങ്ങളിൽ പലരും കൊല്ലത്തിൽ കവർ വാങ്ങാനും ഉണങ്ങാനും അവിടെ പോണില്ലേ? എന്തെങ്കിലും ബേജാറ് വന്നാൽ ഇതൊക്കെ നടത്തുന്ന ആളുകളുണ്ട് അവിടെ. അവർ ചെയ്തില്ല. അവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ നടന്നു പോകണമെന്നേ ആഗ്രഹമുള്ളൂ. അപ്പൊ നമ്മൾ ഒരാള് എന്താ നമുക്ക് പറ്റണത് നാലാള് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുമ്പോഴത്തിന് അത് നിരീശ്വരവാദിയും അങ്ങനെ ചെയ്യുമല്ലോ. കലികാലത്ത് അങ്ങനെ സംഭവിക്കുമല്ലോ. എല്ലാ നല്ല മനുഷ്യന്മാരെ പറ്റി മോശം പറഞ്ഞിട്ട് ലോകം അവസാനിക്കുള്ളൂ. എന്തുകൊണ്ട്? അതവരെ ഹൃദയത്തിനാ മോശം. നാടാകെ നമുക്ക് മഞ്ഞായി തോന്നുന്നുണ്ടെങ്കിൽ, പനി നടക്കുന്നുണ്ട്, പനിയുണ്ട്, നാടാകെ മഞ്ഞായി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമുക്ക് എന്താ പറ്റിയേ? മഞ്ഞപ്പിത്തം. മഞ്ഞന്റെ പെയിന്റ് അടിച്ചല്ല. പുല്ലരിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു, പുല്ലരിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു പുല്ല് കിട്ടിയില്ല. അപ്പോൾ വാപ്പ പശുവിന് പുല്ലരിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ പുല്ല് കിട്ടിയില്ല. അപ്പോൾ പിന്നെ വാപ്പ പറഞ്ഞ് എങ്ങനെയാണ് അതിന് നാളെ രാവിലെ കറക്കുക, അതൊന്നും തിന്നാതെന്നാലും. അപ്പോൾ ഇപ്പം പറഞ്ഞ് വൈക്കോല് ഇവിടെ ഇല്ലേ, വൈക്കോല് തിന്നൂല. അപ്പം ബാപ്പാനോട് പറഞ്ഞ് പിന്നെ പച്ച ഗ്ലാസ് കൊണ്ടുവന്ന് അതിൻ്റെ കണ്ണിലോട് വെച്ചു കൊടുത്തു. മനസ്സിലായില്ല? പച്ചക്കണ്ണട, അത് പച്ചക്കണ്ണടയും നീലക്കണ്ണടയും ഒക്കെ കിട്ടുമല്ലോ. നമുക്ക് വാപ്പ മാർക്കറ്റിൽ പോയാണ്ട് ഒരു പച്ച കണ്ണട കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ കണ്ണിലാണ് ആണ് വെച്ചു കൊടുക്കുക. അപ്പം അതിനെന്ത് തോന്നും? ഇത് പച്ചപ്പൂലാണ്, അപ്പം തിന്നോളൂ. വളവന്മാരൊക്കെയല്ല. ഞാൻ ഇതിവിടെ പറയാൻ കാരണം എന്താ, ചില ആളുകളെ കണ്ണ് അങ്ങനെയാണ്, അവർ ആക്ഷേപേ ശരിയുള്ളൂ. ഇത് കലികാല രീതിയാണ്. വിഷ്ണു പുരാണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിക കൺസെപ്റ്റ് മാത്രമല്ല, വിഷ്ണു പുരാണത്തിലുണ്ട്. നന്മയെ മുഴുവനും ആക്ഷേപിക്കുന്നവരും നല്ല നാളുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്നവർ ഇല്ലാതെ ലോകാവസാനം സംഭവിക്കൂല. മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്, വിഷ്ണു പുരാണത്തിലെ ഒരു ഏരിയയാണ്. ലോകാവസാനം അടക്കുമ്പോൾ നല്ല മനുഷ്യന്മാരൊക്കെ മുഴുവൻ കുറ്റം പറയും. മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്, വിഷ്ണു പുരാണത്തിലുണ്ട്. ലോകാവസാനം വരുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. നല്ല മനുഷ്യന്മാരെ മുഴുവൻ ആക്ഷേപിക്കും. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ. ആ നബി ആക്ഷേപിക്കും. അപ്പോഴത്തേന് നമ്മളെ ഈമാൻ പോകുന്നത് എന്തിന്? നമുക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട്. എന്നെ തടഞ്ഞിട്ടില്ല. നബിയെ ഓർക്കുകയും പറയുകയും സ്മരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞിട്ടില്ല. ആദിലിൻ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും. പിന്നെ എനിക്ക് വർദ്ധിപ്പിച്ചു പുണ്യ റസൂലിൻ അള്ളാന്റെ അനുസ്മരണം എനിക്ക് വർദ്ധിപ്പിച്ചു. അൽ മുവബ്ബിഹു ആക്ഷേപിച്ച് അഹങ്കാരവും കുറ്റവും പറയുന്നവന്റെ രീതി. കുറ്റം പറഞ്ഞനുസരിച്ച് എനിക്ക് നബിയോടുള്ള സ്മരണ കൂടുകയാണ് ചെയ്തത്, സ്നേഹവും സ്മരണയും കൂടുക ചെയ്ത്. അങ്ങനെയാണ് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. പഴയ കാലത്ത് ഈ മൗലിദൊന്നും വേണ്ടാന്ന് പറയുന്ന കാലത്ത് എന്ത് ചെയ്തു? എല്ലാവരും പേരിൽ മൗലിദ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ പോകുന്ന പുറകോട്ട് പോയി. മനസ്സിലായില്ല? നാട്ടിലെ ചില മുതലാളിമാരൊന്നും അങ്ങനെ മൗലിദൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോഴാണ് ഒരു സംഘം നാട്ടിൽ എന്തിനു വന്നത്? മൗലിദൊന്നും ഇനി ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ എല്ലാ മുതലാളിമാരും റബീഉൽ അവ്വൽ 30 ദിവസം മൗലിദായിരുന്നു. അക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ പരിയിലും മൗലൂദ്.
എൻ്റെ നാട്ടിലുണ്ടായിട്ടുണ്ട് 980-കളിൽ. അപ്പോഴാണ് ഇത്തരം ചിന്താഗതി എൻ്റെ നാട്ടിൽ വരുന്നത്. അന്ന് ആ കൊല്ലം എല്ലാ ദിവസവും എല്ലാ പൊരയിലും മൗലൂദ്. എന്തുകൊണ്ട്? അതുകൊണ്ട് ആക്ഷേപിക്കേണ്ട ആക്ഷേപം വന്നപ്പോൾ ഇവർക്ക് ഈമാൻ വർദ്ധിക്കുക ചെയ്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കുക, അതന്നെ നമുക്ക് വേണ്ടത്. എൻ്റെ ബാപ്പാനെ ഒരാൾ ആക്ഷേപിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? ആക്ഷേപിക്കുകയാണെങ്കിൽ ബാപ്പാനെയും കൊണ്ട് സാധാരണ കാറിലാണ് നിങ്ങൾ പോകണമെങ്കിൽ ആരും കാണാതെ ബാപ്പയും മക്കളും ഒന്നിച്ച് അങ്ങാടി കൂടി അങ്ങോട്ട് കൊണ്ട് നടക്കും. എന്നാ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയട്ടെ, നമുക്കൊന്ന് കാണാലോ. ചേങ്ങന്നൂരിൻ്റെ ആളുകൾ ഇക്കാസ് മുസ്ലിയാർ കാളികാവിൽ വന്ന് പ്രസംഗിച്ചാൽ എൻ്റെ വാപ്പനോട് പറഞ്ഞാൽ നീ തെളിവ് വയ്ക്കരുത്. വാപ്പ ആ കാലത്തൊക്കെ അവിടെ വാപ്പ അസിൽ കാളികാവ് വരുന്നതാണ് താനും. ഈ കാസ് മുസ്ലിയാർ പിന്നെ ചേകനൂരികൾക്ക് മറുപടി അറിയാൻ വേണ്ടിയിട്ട് ചേകനൂരികൾ വന്ന് പ്രസംഗിച്ചു ആ നാട്ടിൽ. മറുപടി അറിയാൻ വേണ്ടിയിട്ട് അസംസിലരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചില അക്കാലത്തെ ചേകനൂരികൾ പറഞ്ഞു കാലട് വിട്ടു. ഈ കേസൻ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ കാലട് വിട്ടു. അന്ന് സഖാവ് കുഞ്ഞാലി ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇത് കുഞ്ഞാലിനോട് ആരോ പോയി പറഞ്ഞു അങ്ങനെയാണെങ്കിലും മുപ്പര കാല് വിട്ടാണെങ്കിൽ മുപ്പര വാണിയമ്പലത്തെ ഇറക്കിയിട്ട് നടത്തണം, മുപ്പർക്ക് കാലുണ്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ടു. ആ സംഭവം മതിയോ അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ? അരിമങ്ങൾ കൊള്ളുമ്പോൾ അരിമങ്ങളൊപ്പം നിന്ന് കൊടുക്കുക. എൻ്റെ വാപ്പനോട് ഒരു വാപ്പയിൽ ഭാഗവാക്കാണ് പരിപാടി ഉണ്ടാക്കിയാൽ വാപ്പയാണ്. അസല് വാപ്പനെ നാട് കാളിയാവടുത്താണ് അമ്മപ്പൊയിലാണ് വാപ്പനാട്. അവ ചിന്തിക്ക്. പിന്നെ വാണിയമ്പലത്തെ കഴിഞ്ഞ് അസമലിലെ ബസ് നിറക്കി. ബസ്സിന് വരികയാണ്. ഇന്നത്തെ പോലെ കാറും AC ഒന്നുമില്ല. ബസ്സിന് വരികയാണ് ചേകൻ മറുപടി അറിയാൻ. അതിൽ വരും ബസ് നിറക്കി. ഇറക്കിയിട്ട് വൈകുന്നേരം പന്തം കൊളുത്തി നടത്തി. പന്തൊക്കെ കൊളുത്തി പിടിച്ച് ആർക്കടെ കാണേണ്ട ആരുമേങ്ങളെ കാലി വെട്ടാൻ ആരാണ് ഉള്ളത് കാലുകൾ മുദ്രാവാക്യം പിടിച്ച് കൊണ്ടുവന്ന് കളി അവർ പ്രസംഗിപ്പിച്ചു. എന്തേ ആക്ഷേപം അവർക്ക് ഈമ വർദ്ധിപ്പിച്ചു. അങ്ങനെ അതൊന്ന് കാണാനോ. അതൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. സഖാവ് കുഞ്ഞാലിയൊക്കെ നല്ല മനുഷ്യന്മാരിൽപ്പെട്ട ആളാണ്. നല്ല മനുഷ്യന്മാരാണ്. പിന്നെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. 5 വക്ത് നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന റബ്ബിനെ നോക്കി പൊട്ടി റബ്ബിനെ ഓർത്ത് പൊട്ടിക്കരയുന്ന ഈമാൻ ഇസ്ലാം നിറഞ്ഞുള്ള എത്രയോ നല്ല സ്വാധീനങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരെ എത്രയോ എനിക്കറിയും. അത് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആകാൻ വേണ്ടി പറയല്ല. കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ ഇസ്ലാം എന്ന് പുറത്തു തോന്നുന്നു അവരും വിചാരിക്കണ്ട. അതുപോലെ പാർട്ടി അങ്ങനെ അവർക്ക് സൗകര്യം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം. കമ്മ്യൂണിസം മനുഷ്യനെ നാശാക്കൂല, നാശാക്കും. പക്ഷെ നാശത്തിലേക്ക് ഉലത്തൂല. താൽക്കാലിക ലോക്കൽ അവരെ ഏരിയയിലെ ഹയർ അതെന്ന് വിചാരിച്ച് അവരങ്ങനെ ചെയ്യുന്നു. എത്രയോ ആളുകൾ നിൽക്കുക പള്ളി മദ്രസയൊക്കെ പോയിക്കുന്ന ഇഷ്ടംപോലെ കമ്മ്യൂണിസ്റ്റ് എനിക്കറിയാം. അതിൻ്റെ അർത്ഥം ഞാൻ എല്ലാവരും പോയി കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ല. പക്ഷേ അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ അത്രയൊന്നും ഇഷ്ടമില്ലാത്ത ദീൻ പറയാൻ മനസ്സിന് സമ്മതമില്ലാത്ത ഇപ്പുറത്തെ ആളുകളെ എനിക്കറിയാം. അന്നെനിക്കറിയാം. ഒന്നും ഞാൻ പറഞ്ഞ വിഷയം ഇത് പറഞ്ഞുകൊണ്ടെന്ന് എന്താ അറിയോ, ആക്ഷേപകന്മാർ വരുമ്പോഴേത്തിന് അവിടെ കൊഴിഞ്ഞു വീഴു പോകുക എന്നത് ഈമാനില്ലാത്തവരുടെ അടയാളമാണ്. ഒരു ആലിമൊരു നന്മ പറയുകയാണെങ്കിൽ ആലിമിന് പിന്തുണ കൊടുക്കണം. നിങ്ങൾ പറഞ്ഞ സത്യമാണോ? അസത്യമാണ് എന്നാ പറയും. ഈ കിതാബുണ്ടോ? തെളിവുണ്ടോ? ആ തെളിവുണ്ട്. നിങ്ങൾ പറഞ്ഞ നേരല്ലേ? നേരാണ്. വേറെ ആൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ വേറൊരുവരല്ല, സത്യമല്ലേ? സത്യം എന്നാ പറഞ്ഞു പറയും. നിങ്ങളെ മേലെ തൊടണമെങ്കിൽ ഞങ്ങൾ ജീവൻ പോകണം. അങ്ങനെ പറഞ്ഞ എത്രയോ ആളുകൾ ചരിത്രത്തിലുണ്ട്. എന്തേ പറയും കുട്ടികളല്ലേ ഇത്ര? കാരണം ഓർ പറയുന്നത് സത്യമായിരിക്കണം. നിങ്ങൾക്കുള്ള കയ്യിൽ തെളിവുണ്ടോ? തെളിവുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കിതാബിൽ, അള്ളാഹിൻ്റെ കിതാബിൽ, റസൂലുള്ളാഹിന്റെ ഹദീസിലും മുൻഗാമികൾ വ്യാഖ്യാനിച്ച വ്യാഖ്യാനത്തിലുണ്ടോ? ഉണ്ട്. കിതാബിൻ്റെ രേഖ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ. ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതിനെതിരെ പറഞ്ഞവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ ഞങ്ങളെ മയ്യത്തെടുത്താലല്ലാതെ നിങ്ങൾ മൊത്തം ഒരാളോടില്ല. ഒരു പഠിച്ചിട്ടില്ല, പക്ഷെ പഠിച്ച ആൾ നേര് പറയാൻ വേണ്ടി ഒരു ജീവൻ കൊടുക്കും. എന്തേ അങ്ങനത്തെ ഒരു ഇല്ലേ? അങ്ങനത്തെ ഒരു ഉണ്ടായതുകൊണ്ടല്ലേ ഇവിടെ ദീൻ നൽകുന്നത്. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഹൗദിൽ ചാണകം കലക്കും എന്ന് വെല്ലുവിളിച്ചു ഒരു കൂട്ടി. ഹൗദിൽ ഞങ്ങൾ കൊണ്ട് ചാണകം കലക്കും. ഒരു പ്രശ്ന സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു മഹലിൽ പണ്ട് 10-50 കൊല്ലം മുമ്പുള്ള കഥയാണ്. ഹൗദിൽ ചാണകം കലക്കുമെന്ന് കുറച്ച് ആളുകൾ പിന്നെ അഹങ്കാരം പറഞ്ഞു അങ്ങാടിയിൽ നിന്ന്. അപ്പോൾ ജമാഅത്തിന് വരുന്ന ആളുകൾ ജമാഅത്തിന് വന്നില്ല. കാരണം പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു പരി നിസ്കരിച്ച്. അപ്പോൾ അങ്ങാടിയിലെ പോർട്ടർമാരുണ്ട്, ചുമട്ടുതൊഴിലാളികൾ ഒരു പള്ളിക്ക് വന്ന് ഒത്തുന്നത്. അങ്ങനെ ചാണകം കലക്കണമെങ്കിൽ ഒന്ന് കാണാം. ഒരു ജീവിതത്തിൽ ജമാഅത്തിന് വന്നിട്ടില്ല. വന്നിട്ട് ജമാഅത്ത് നിസ്കരിച്ചു, അതുമില്ല. പള്ളിന്റെ ചേറ്റടി കടന്ന് അല്ല, ഇവര് പള്ളിയിൽ വന്നിട്ട് ജമാഅത്ത് നിസ്കരിച്ചു ഇല്ല. പക്ഷെ ഒരു മുഅ്മിനീങ്ങളാണ്. ഒരു പള്ളിക്ക് വന്നാണ് അവിടെ കടന്നു ചായ ഉണ്ടാക്കി കുടിച്ച്
ചായ പൂളയൊക്കെ പിഴങ്ങി ആട് കുത്തുന്ന അങ്ങനെ പള്ളിൻ്റെ ആവുന്നൊരു ഞാൻ എന്നെ ഷാണാൻ കേൾക്കണമെങ്കിൽ അത് ഞങ്ങളെ ജീവൻ പോകും. അന്ന് മോലിയരുമില്ല, മുക്കരില്ല, ആരും വന്നില്ല. ഇവര് വന്ന് ആരും ചാണം കേൾക്കാൻ വന്നില്ല. പോലും മറ്റുള്ള പള്ളികൾ മൂലയൊരു മുക്കറിനോട് പോയി പറഞ്ഞു, നിങ്ങൾ ജമാഅത്ത് നടത്തിക്കൊള്ളു, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ആരോട്ട് വന്നില്ല. മനസ്സിലായി എന്തവരങ്ങനെ അറിയാം? അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. സമൂഹത്തിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ചില ആളുകൾ 5 വക്ത് നിസ്കരിച്ച് നടക്കും. ചില ആളുകൾ ചിലപ്പോൾ 5 വക്ത് നിസ്കാരമൊന്നും ചിലപ്പം അത്ര കൃത്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ പ്രശ്നം ഉണ്ടെങ്കിൽ ജീവൻ പോകും. മനസ്സിലായില്ലേ? അങ്ങാടി ഒന്നുമില്ല, ഒരു ദീനും ഇല്ലാതെ നിൽക്കണം, ഒരു വയലിന് വരാത്താണ്. മദ്രസയിലെ കുട്ടികൾ മദ്രസ തുറക്കാൻ നമ്മൾക്കാണ് ഒരുത്തം പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്നാൽ അതൊന്ന് കാണണമല്ലോ. മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ നിന്ന് പാഞ്ഞതാ, നബിദിനത്തിൽ വരും. ഇഷ്ടമാണ്. സത്യം സത്യം. അതങ്ങനെ, അതതിൻ്റെ കണക്കങ്ങനെയാണ്. അതവരെ ഇഷ്ടമാണ്. അള്ളാഹിന്റെ ഹബീബിനോടും ദീനിനോടുള്ള അവരെ ഇഷ്ടമാണ്. നബിദിനത്തിലേന്ന് നേരം വെളുക്കുന്നവരെ നാടാകെ തോരണം തൂക്കി. അത് ഈ മൂല്യന്മാരൊന്നല്ലത് ചെയ്യാം. പിന്നെ ആരാ ഈ ചെക്കന്മാര്? അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാന്. ഒരു പള്ളിയൊക്കെ ജുമാനെ അല്പം മുടക്കണമല്ലായിരിക്കും. ഒരു ജീവിതത്തിൽ 3 ജുമായല്ല 30 ജുമായും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒക്കെ ഇരിക്കും. പക്ഷേ ഒരു വിഷയം ഉണ്ടെങ്കിൽ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിനുള്ളിലുള്ള ഈമാനാണ്. അതുപോലെ അവർക്ക് എത്രയേ ഉള്ളൂ. പള്ളി മദ്രസ ദീനൊക്കെ നന്നായി നടക്കുന്നുണ്ട്, ഒക്കെ നടന്നോട്ട് ഓരോരോ വൈക്കുണ്ട്. പക്ഷെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഓരോ ഉണ്ടാവുള്ളൂ. എന്തേ? അങ്ങനെ തന്നെയല്ലേ? അത് ഈമാനാണ് ഇതിന് അടിസ്ഥാന കാരണം. ഇതിലെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവും. നിസ്കാരം ഉണ്ടാവണം, നോമ്പും ഉണ്ടാവണം. പക്ഷെ ആക്ഷേപകന്റെ ആക്ഷേപം കേൾക്കുമ്പോൾ ഈമാൻ പോകാതെ അള്ളാന്റെ ഹബീബിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കും. ما صدني عن ذكره عدل وعادلي فقد زادني تذكارا طه الموبخ فقد زادني എനിക്ക് വർദ്ധിപ്പിച്ചു തദ്കാര ത്വാഹ. അപ്പോൾ എനിക്ക് വർദ്ധിപ്പിച്ചു. എപ്പോൾ ആക്ഷേപകന്റെ ആക്ഷേപം വന്നപ്പോൾ മനസ്സിലായില്ലേ? ഫഖദ് സാദനി എനിക്ക് വർദ്ധിപ്പിച്ചു തദ്കാര ത്വാഹ. ത്വാഹ ഹബീബ റസൂലുള്ളാഹിന്റെ സ്മരണകൾ പാടലും പറയലൊക്കെ എനിക്ക് വർദ്ധിപ്പിച്ചു. അൽ മുവബ്ബിഖു, അഹങ്കാരി, ആക്ഷേപിച്ച് പറയുന്ന അഹങ്കാരി. മനുഷ്യനെ പേടിപ്പിച്ച അങ്ങനെ കണ്ണങ്ങൾ കൊല്ലും, മറ്റൊരാൾക്കും അങ്ങനെ ഞങ്ങൾ പാട്ടും പാടി നടന്നാൽ എന്ന് പറയുന്ന അഹങ്കാരി എനിക്ക് റസൂലുള്ളാഹിന്റെ സ്മരണയെ പുതുക്കലും പറയലും ഏറ്റിപ്പറയലും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പുറകോട്ടേ പോയില്ല. പിന്നെ ലിസാനി വഖൽബി ദഹ്റ ദിക്റു മുഹമ്മദി വമൻ ഹാലുഹു ഹാലി മദദ്ദഹ്റ യസ്മഹു മദദ്ദഹ്രി യസ്മഹു. ലിസാനി വഖൽബി, ലിസാനി എൻ്റെ നാവ്, വഖൽബി എൻ്റെ ഹൃദയവും, അദ്ദഹ്റ എല്ലാ കാലത്തും ദിക്റു മുഹമ്മദിന്റെ സ്മരണയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്നും പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്മരണയാണ്. എന്നും എൻ്റെ കൽബിൽ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിസാനി വഖൽബി അദ്ദഹ്റ ദിക്റു മുഹമ്മദി. അതൊരു മനുഷ്യന്റെ തൗഫീഖാണ്. ഉണ്ടാക്കാൻ കഴിയില്ല, ഉണ്ടാവണം, കഴിയില്ല. ചില ആളുകൾ അങ്ങനെ പട്ടക്കാണ്. ഓരോ അതിൽ തന്നെ ഇരിക്കും രാവും പകലും. ലിസാനി വഖൽബി അദ്ദഹ്റ ദിക്റു മുഹമ്മദി വമൻ ഹാലുഹു ഹാലി മദദ്ദഹ്രി യസ്മഹു. വമൻ, ഒരാൾ, ഹാലുഹു, അവന്റെ അവസ്ഥ, ഹാലി എൻ്റെ അവസ്ഥയായി, മദ്ദദ്ദഹ്രി കാലങ്ങളോളം, എല്ലാ കാലത്തും അങ്ങനെയായാൽ യസ്മഹു, അവൻ ഉയരുക തന്നെ ചെയ്യും. എന്നെപ്പോലെ ഒരാൾ ഓൻ ഉയരും, അങ്ങനെ കഴിയൂല. എന്നെപ്പോലെ ഒരാളായാൽ, അവൻ ഒരാൾ ഹാലുഹു, അവന്റെ അവസ്ഥ, ഹാലി എൻ്റെ അവസ്ഥ പോലെ ആയാൽ, മദദ്ദഹ്രി കാലങ്ങളെല്ലാം എന്നെ പോലെയാണ് അവൻ ജീവിച്ചതെങ്കിൽ യസ്മഹു, അവൻ ഉയരും, അവൻ ഉയരും എന്നർത്ഥം. ലിസാനി വഖൽബി അദ്ദഹ്റ ദിക്റു മുഹമ്മദി വമൻ ഹാലുഹു ഹാലി മദദ്ദഹ്രി യസ്മഹു. ലിസാനി എൻ്റെ നാവും, വഖൽബി അർത്ഥം 2-3 വട്ടം അർത്ഥം വെച്ചിരുന്നത് നിങ്ങൾക്ക് പേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലിസാനി, എല്ലാവരും ഒരു വെയിറ്റിൻ്റെ കിതാബ് വാങ്ങിക്കൊണ്ടുപോകണം. അത് പേരെയൊന്നും ചെയ്യും. സാവിയിലേക്ക് 1000 റുപ്യ കൊടുക്കുക ഉള്ളവർ, അതാണ് അതിൻ്റെ ഷർത്ത്. കിതാബ് ചെറിഞ്ഞ പൈസക്ക്, പക്ഷേ നടത്തിക്കൊണ്ടുപോകുന്ന സാവിയുണ്ട്. അപ്പോൾ അവർക്ക് 1000 റുപ്യ കൊടുക്കുക. അതിനൊരു കമ്മിറ്റി ഉണ്ട്, അതിനൊരു 1000 റുപ്യ കൊടുക്കുക. പണ്ട് പള്ളി പോരുന്നതാണ്. ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇല്ല, എന്നും ഒരു 10 വരിയില്ല.
സനീ വഖൽബി എന്നൊരു 10-15 വരി എന്നും ചൊല്ലുക. അങ്ങനെ ചൊല്ലി തീരുമ്പോൾ ഒരു നല്ലൊരു യാസീനൊക്കെ ഒരു ദുആ ചെയ്യും. ആണെങ്കിൽ 2 ആളെ കൂട്ട് ദുആ ചെയ്യും. പിന്നെ തോന്നുന്നു എന്തിന് അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങനെ നമ്മളറിയാതെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് നമ്മളെ ഖൽബിൽ കയറി വന്നോളൂ. لساني وقلب الدهر ذكر محمدي ومن حاله حالي مر الدهر يشمخ فإن قرين المرء حقا حبيبه ولو كان بعد بين ذيبن فيفسخ فإن قرين المرء ഒരു മനുഷ്യന്റെ എന്നുമുള്ള കൂട്ടുകാരൻ ഹക്കൻ യഥാർത്ഥത്തിൽ എന്നും അവന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ഹബീബുഹു അവന്റെ ഉറ്റ ഹബീബായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ അത്രയാണ്. അങ്ങനെയാണ് രാത്രി 2 ആളും കൂടി നടന്നിട്ട് 2 ആൾ വന്നിട്ട് ഒരാളെ പെരയിലാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. 2 ആൾ വർത്താനം പറഞ്ഞ് പോകുന്നു. പിന്നെ ഒരുത്തൻ്റെ പെരയിലാക്കി കൊടുത്തപ്പോൾ മറ്റോ ഒരു പെരക്കാരന് പെരയിനകത്തേക്ക് കേൾപ്പം പേടി ഇനി ഒറ്റക്ക് കൊണ്ടേ ഞാൻ കൊണ്ടാക്കി തരാം. അങ്ങനെ എൻ്റെ ഇത് അത്ര ഇഷ്ടമാണ് സ്നേഹിതനെ. ജിഞ്ഞി ഒറ്റക്ക് കൊണ്ടായി നാട്ടുപാതിരാണ് കൊണ്ടാക്കി കൊടുത്തു. അങ്ങനെ ജിജു പോയി പറഞ്ഞാണ്ട് കയറാൻ നോക്കുമ്പോൾ മറ്റോ എനിക്ക് പറഞ്ഞ് ഞാനെങ്ങനെ കയറുക ജിഞ്ഞി ഒറ്റക്ക് കൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം പൊൾക്കോളാം. അതാണ് സ്നേഹം. ഒരാളെന്നോട് പറഞ്ഞ കഥയാ. നേരം വെളുക്കണ വരെ 2 ആളും പിന്നെ വർത്താനം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സുമേര് വാങ്ങി കൊടുക്കണവര്. കാരണം ഒരാളെ തനിച്ചാക്കണം ഒറ്റക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഉണ്ടാവുക. ഹബീബ നബിയെ ഒരിക്കലും നമ്മൾ തനിച്ചാക്കൂല. നമ്മളിപ്പോൾ നബിൻ്റെ ഉണ്ടാവും, നബി എപ്പോഴും നമ്മളിപ്പോൾ ഉണ്ടാവും. അതാണ് പറഞ്ഞത്. അവിടേക്ക് നിങ്ങൾ എത്തിയോ നിങ്ങൾക്കൊന്നും വേണ്ടി വരില്ല. ഒന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഒന്നും വേണ്ടി വരില്ല. അതിൽ ലയിച്ചു പോകലാണ്. അതാണ് CM ഒക്കെ സംഭവിച്ചത്. പിന്നോർക്ക് നിസ്കാരം നമ്മൾ ഉണ്ടായിക്കോളുന്നില്ല. കാരണം അതൊന്നും പിന്നോർക്ക് കഴിയൂല. പിന്നോർക്ക് നിസ്കാരം കഴിയൂല. കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ആ നിസ്കാരം തുടങ്ങുമ്പോൾ അങ്ങനെ അവർക്ക് കഴിയില്ല. അവസ്ഥയിലേക്ക് അവരെത്തും. സലാം വീട്ടുമ്പോൾ പിരിയണ്ടേ, അള്ളാഹുവിനോട് പിരിയാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞാണ് നമ്മൾ ഇങ്ങനെ തവച്ചുമായി നിൽക്കണം. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുറച്ചോനെ നീ വണ്ടി വിടട്ടെ, അതല്ല എൻ്റെ അർത്ഥം. അവർക്ക് പറയാൻ കഴിയില്ല. നിസ്കാരം തുടങ്ങി അവർക്ക് നിർത്താൻ കഴിയില്ല. അസ്സലാം വീട്ടില്ല. ഓർമ്മ കൽബിൽ നിന്ന് അള്ളാഹും റസൂലും പോവുക തന്നെയല്ല. അതൊക്കെ CMനൊക്കെ പറ്റിയത്. CMനെ പോലെ ഒരാൾ, അങ്ങനത്തെ ഒരാൾ, അങ്ങനെ റാമത്തുകൾ കാട്ടിയ ഒരാൾ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. ഇല്ല, നമുക്ക് തിരിഞ്ഞിട്ടില്ല. ആർക്കും തിരിയില്ല. CMനെ ആക്ഷേപിച്ചുകൊണ്ടും മോശപ്പെടുത്തിക്കൊണ്ടും CMൻ്റെ നാടിൻ്റെ പേര് പറയപ്പെട്ട ഒരു വഹാബി നേതാവ് ആക്ഷേപിച്ച് വളരെ മോശമാക്കിയിട്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ലക്ഷക്കണക്കായ ആളുകൾ കേട്ടുകയും ചെയ്തു. ഞങ്ങൾ നോക്കിയിരുന്നു. ഇതിൻ്റെ പേരിൽ ഉറൂസ് നടത്തി തിന്ന് കവർ വാങ്ങി പറഞ്ഞു ഏതെങ്കിലും ഒരു മൂല്യരെ എതിര് പറയുമെന്ന് ഇല്ല. അല്ല, കൊല്ലം അവിടെ പോയിട്ട് വലിപ്പത്തരം, സ്വന്തം വലിപ്പത്തരവും മറ്റും പറഞ്ഞിട്ട് കവർ വാങ്ങി മുണങ്ങിയിട്ട് പോരുന്ന നേതാക്കന്മാരിൽ ഒരാൾ പോലും ഒരു വാക്കിന് മറുപടി അറിഞ്ഞില്ല. ഇപ്പോൾ മികച്ചു നിൽക്കുന്നത് CMനെതിരെ വഹാബി പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾക്കൊക്കെ പിരിച്ചു വിട്ട് പോയി കൂടെ ചെങ്ങൈമാർ. നിങ്ങളൊക്കെ അത്ര വലിപ്പല്ലേ? എന്തിന് കാരണം എന്നറിയോ? ഏകദേശം ഇവർ പറഞ്ഞത് അയാൾ പറഞ്ഞ തന്നെയാണ് ഇവർക്കും പറയാനുള്ളത്. എന്നാ പിന്നെ എന്തിനാ കൊല്ലം ഇവർ മുണങ്ങാൻ വരുന്നതെന്ന്? അപ്പോഴല്ലേ മുണങ്ങലും കീശ നിറച്ച നോട്ടും കിട്ടുള്ളൂ. നോട്ടം മൗലാനന്മാർ. അയ്യേ, എത്ര വലിപ്പുണ്ടല്ലോ നിങ്ങളൊക്കെ. ഞാൻ നോക്കി കുത്തിരിക്ക എന്താണ് നടന്നത്. ഒറ്റയാൾ മിണ്ടിയില്ല. എത്ര കാക്കത്തൊള്ളായിരം ഔലിയപ്പാപ്പന്മാരെ കറാത്ത് പോലും ചെയ്യാത്ത മഹാന്മാരായ ആളുകളുണ്ടല്ലോ ഇവിടെ. എത്ര എണ്ണുണ്ട് കറാത്ത് പോലും ചെയ്യാൻ കഴിയാത്ത മഹാന്മാരാന്ന് പറഞ്ഞ് നടക്കണം. ഒരുത്തം മിണ്ടിയില്ല. ഞാൻ മിണ്ടണില്ല. നിങ്ങളൊക്കെ എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് പള്ള നിറച്ച് നിങ്ങളെ കൊണ്ട് ഈ സമുദായത്തിന് ഒരു നേട്ടം കിട്ടല്ല. അല്ല, CMന് അതേ സമയത്ത് CMൻ്റെ വില കുറക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു നടത്തുകയും ചെയ്തിട്ടുണ്ട്.
അല്ല, സി എമ്മിനെ മോശനെ ഒരുത്തര് വലുതാക്കിയാൽ സി എമ്മിനെ വലുതാക്കുന്നത്, സി എമ്മിനെ കുറിച്ച് വലുതാക്കി പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗങ്ങളും സമ്മേളനങ്ങളും നടത്തി. ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു. അതേ സമയത്ത് സി എമ്മിനെ വളരെ മോശമാക്കി, ഒരു ഭ്രാന്തനെ പോലെയാക്കി, സി എം ചെയ്ത പോലെ അത്ഭുതങ്ങൾ ഇവിടെ പുട്ടപ്പുറത്തിയിൽ സായിബാബ ചെയ്തിട്ടുണ്ടെന്ന് വരെ പറഞ്ഞുകൊണ്ട് ഒരു വഹാബി നേതാവ് പ്രസംഗിച്ചിട്ട്, എന്താണ് താടിവാലന്മാരെ നിങ്ങൾക്കൊരു മറുപടി പറയാൻ കഴിഞ്ഞു? നിങ്ങളെവിടെയാണ്? ഇതൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞല്ലോ. ലക്ഷക്കണക്കായ യുവതി യുവാക്കൾ വസ്വാസിലായല്ലോ. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങളൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ പോയി ഈമാൻ നഷ്ടപ്പെട്ടു. നിങ്ങളെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു. ആലിമീങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിലേക്കുള്ള ഇബാദത്താണെന്ന് പറയുന്നത് നിങ്ങളെ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന വിഭാഗം എത്രയോ സമ്മേളനങ്ങൾ നടത്തി. എന്തിന്? സി എമ്മിനെ പറ്റി അനാവശ്യമായ വാക്കുകൾ ഏറെ പറയരുത്. ആയിക്കോട്ടെ, ഏറെ പറയണ്ട, ശരി, ഞാനും പറയണേ ഏറെ പറയണ്ട. അങ്ങനെയാണ്. അതേ സമയത്ത് സി എമ്മിനെ ഒരു പക്ക വഹാബി നേതാവ് പുട്ടപ്പർത്തിയിലെ സായിബാബയാണ് ഇതിനേക്കാൾ നല്ലതെന്ന് വരെ പ്രസംഗിച്ചില്ലേ? അത് ലക്ഷക്കണക്കായ യുവതി യുവാക്കൾ കേട്ടില്ലേ? നിങ്ങളിൽ പലരും കൊല്ലത്തിൽ കവർ വാങ്ങാനും ഉണങ്ങാനും അവിടെ പോണില്ലേ? എന്തെങ്ങൾക്കൊരു ബേജാറ് തന്നാലും ഇതൊക്കെ നടത്തുന്ന ആളുകളുണ്ട് അവിടെ. അവർ ചെയ്തില്ല. അവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹമുള്ളൂ. ഇന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാത്തത് പറഞ്ഞിട്ട് നിങ്ങളോടുമല്ല. നിങ്ങൾ നന്നാവൂല. എന്തുകൊണ്ട് നന്നാവൂല? നിങ്ങൾ നന്നായി എന്ന് തീരുമാനിച്ചോലാണ് പിന്നെ അങ്ങനെ നന്നാവുക. നിങ്ങൾ ചിന്തിക്കണം. സി എമ്മിന് എന്താ വന്ന്? സി എമ്മിന് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബത്താണ് വർദ്ധിച്ചു. പിന്നെ ഒരു ഓർമ്മയുണ്ടാവില്ല. അത് ജതുബല്ല, ജതുബിൻ്റെ ഹാലൊന്നുമല്ല. അത് മഹബത്ത് അധികരിക്കലാണ്. അള്ളാഹുവിനോട് റസൂലിനോട് സ്നേഹം കിട്ടാൻ അതിനോട്ട് പോയി. മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് നടക്കാത്തൊരു കാര്യമില്ല. അവർക്ക് സലാം വിട്ടാൻ കഴിയില്ല. സി എം ഇവിടെ എല്ലാം നിസ്കരിക്കണം, മക്കത്താന്നൊന്നും പറയണ്ട. ഇതൊന്നും ഞാനില്ല. സി എമ്മിൻ്റെ ജീവിത നിസ്കാരമാണ്. ഒക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേക ബന്ധപ്പെട്ട മഹാന്മാരാണ്. അള്ളാഹു അവർക്ക് ദർജയിട്ട് കൊടുക്കട്ടെ. നമ്മൾ അവിടേക്കൊന്നും എത്തൂല. നമ്മൾ നിസ്കാരം നിർത്താനും പാടില്ല. നമ്മൾ അവിടേക്ക് എത്തൂല. ഞാൻ അവിടേക്കൊന്നും എത്തൂല. നമ്മൾ സി എമ്മിൻ്റെ ഒരു 1000 കിലോമീറ്ററിൻ്റെ പുറത്തേക്കും 1000 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ വരെ നമ്മളുണ്ടാവില്ല. അവിടേക്കൊന്നും നമുക്ക് എത്തൂല. നമ്മളെ മണ്ണതിന് പോരാ. ഇത് വേറെ തരം മണ്ണാണ്. സി എമ്മിൻ്റെ വാപ്പ കേരളത്തിൽ നിന്ന് മക്കയിൽ നിന്ന് നടന്നു പോയതാറ്റിന് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് നടന്നു പോയതാ. അള്ളാഹു തആല അവരൊക്കെ ദർജ കൊടുക്കട്ടെ. മഹബത്താണ് അള്ളാഹുവിനോട് റസൂലിനോടുള്ള മഹബത്താണ്. പിന്നെ എന്തായി പറഞ്ഞാൽ فإن قرين المرء حقا حبيبه ولو كان بعد بين ذين فيفسخ فإن قرين المرء ഒരു മനുഷ്യന്റെ കൂട്ടുകാരൻ ഹക്കൻ യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ ഹബീബുഹു അവന്റെ സ്നേഹിതനാണല്ലോ. അതായത് സദാസമയം കൂടേണ്ടാണ് ആൾ ഹബീബാണല്ലോ. അവന്റെ സദാസമയം എന്റെ കൂടെ ആരാണ്? റസൂലാണ്. അവന്റെ റസൂലിന്റെ ഹബീബാണല്ലോ. ഹബീബാകാനല്ലേ അള്ള പറഞ്ഞത്. ഇരിക്കാർ ഹബീബാരാണ്? ഹബീബ നബിയാണ്. വലൂക്കാന ബുഅദും ബൈന ദൈനി, അവർക്കാർ രണ്ടാൾക്കിടയിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടായാലോ ഫയുഫ്സഖു, ആ ബന്ധം അഴിക്കപ്പെടുകയും ചെയ്യും. അകലുണ്ടായാൽ ആ ബന്ധം അഴിക്കപ്പെടും. നല്ല ഇന്റിമേറ്റ് ഫ്രണ്ടായി നടന്ന രണ്ടാളുകൾ അവസാനം ഒരുത്തനെ ഗൾഫിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഓനെ കുടുംബത്തിൽ പെങ്ങന്മാരെ കെട്ടിച്ചിട്ടില്ല, അങ്ങനെ കുടുംബം വീടുണ്ടാക്കിയിട്ടില്ല, അങ്ങനെ വലിയ വിഷമം. മറ്റവനെ ചെയ്തു കൊടുക്കാനോട് കഴിയൂല. പക്ഷെ ഭയങ്കര വിട്ടുപിരിവ് വേദന. അങ്ങനെ വേദന അവസാനം പറഞ്ഞേക്കണ്ടേ. അങ്ങനെ ഗൾഫിക്ക് പറഞ്ഞേക്ക കരിപ്പൂരി പൊട്ടി പിടിച്ച് കരിഞ്ഞ് കെട്ടിപ്പിടിച്ച് കരിച്ചിന് കരിഞ്ഞ് എയർപോർട്ടിന്റെ ഉള്ളിൽ കയറാനുള്ള പാസ് വരെ വാങ്ങി. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി അതിന്റെ പൈസ അടിച്ച് അതും കയറി. എമിഗ്രേഷൻ വരെ നടന്നു കൊടുത്ത് എമിഗ്രേഷന് കഴിഞ്ഞ് പോകാൻ പോകുമ്പോൾ പിന്നെ അതിൻ്റെ അങ്ങോട്ട് കയറാൻ പറ്റൂല. അപ്പോൾ പൊട്ടിക്കരഞ്ഞ് വിട്ടുപിരിയാണല്ലോ. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ആ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ടാളവസ്ഥ മാറിയിട്ടുണ്ടാവും. എന്ത്? ഓൻ അവിടെ പോയി കുറേ ദിവസം ഓനും കരഞ്ഞു. പിന്നെ അവിടെ ചങ്ങായിനെ കിട്ടി. പിന്നെ ആ ഓൻ ഇന്റിമേറ്റ് ഫ്രണ്ടായി. പിന്നെ ഓങ്ങോട്ട് നാട്ടിൽ പോയി മറ്റോ കരഞ്ഞിട്ടുണ്ടാവില്ല. ഇവൻ വരുന്ന വിവരം മറ്റവൻ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല.
ഓൻ കരിപ്പൂരിൽ വന്ന് ഇറങ്ങിയത് ഓൻ്റെ കളാപ്പ പറഞ്ഞപ്പോൾ മറ്റേ കുഞ്ഞിമേമത് വന്നല്ലോ ഇജ്ജറിഞ്ഞില്ലേ വന്നു ഞാൻ തിരക്കില്ലേ പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ കാണാം എന്ത് അപ്പോഴത്തേനും ഇവന് വേറെ ആളായി മറ്റൊരു വേറെ ആളായി. രണ്ടാൾക്കിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ച വന്നാൽ ആ ബന്ധം അഴിക്കപ്പെടും. അതിന് ഞാനും നബി തമ്മിലൊരു അവസ്ഥയില്ല, പിന്നെ അങ്ങനെ നാശക. നമുക്ക് ഹബീബ നബിയായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമില്ല. കാലത്തിന്റെ ഒരു ദുരന്തായി പറഞ്ഞിട്ടോ, ഇതൊക്കെ പറയേണ്ടി വന്നതിലെ ദുഃഖം ഭയങ്കര വേദനയോടുകൂടെ ഞാൻ പറയാൻ ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. വേദന മാനായ CM പോലത്തെ ആളുകളൊക്കെ നമ്മൾ എത്രയാണ് ബഹുമാനിച്ച മുൻഗാമികൾ. എന്നിട്ട് ആ മനുഷ്യനെ എങ്ങനെയാ മോശമാക്കിയിട്ട് പറഞ്ഞിട്ട്, അതും ആ സംഘടനയിലെ ഏതോ ഊപ്പകളല്ല, ആ സംഘടനയിലെ ഏറ്റവും കരുത്തിറ്റ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അതിന് ഉരുളക്കുപ്പേരി മറുപടി വരേണ്ടത് ഈ സംഘടനയിലെ ആ സ്ഥാനത്തുള്ള ആളുകളല്ലേ. ഒരഭിവരം തരാറില്ല. ലക്ഷക്കണക്കായ യുവതി യുവാക്കളുടെ മനസ്സ് നാശമായി. ഒരു മുണ്ടനുഭവം ഒരുത്തം മിണ്ടിയോനെ എങ്ങനെയും നാശാക്കാൻ നോക്കുള്ളൂ. ഞാനൊന്നും മിണ്ടൂല, അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമല്ല. മനുഷ്യന്മാർക്ക് നിങ്ങളെ തിരിയും എന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. മനുഷ്യന്മാർക്ക് നിങ്ങളെ തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു തരികയാണ്. فإن قرين المرء حقا حبيبه ولو كان بعد بين دين فيفسخ فإن قرين المرء فإن قرين المرء തീരുമ്പോഴെങ്കിലും വന്നതിന് അൽഹംദുലില്ലാ നാലൊരു കുറിച്ചുണ്ടാവും. فإن قرين المرء حقا حبيبه ولو كان بعد بين دين فيفسخ فإن قرين المرء ഒരു മനുഷ്യന്റെ കരീൻ കൂട്ടുകാരൻ, ഹക്കൻ യഥാർത്ഥത്തിലെ കൂട്ടുകാരൻ, ഹബീബുഹു അവന്റെ ഹബീബാണല്ലോ. അല്ലെങ്കിൽ ഫൈന കരീനൽ മർഇ ഒരു മനുഷ്യന്റെ കരീൻ അവന്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആൾ ഹക്കൻ യഥാർത്ഥമായിട്ടും ഹബീബു അവന്റെ ഹബീബാണല്ലോ. വലൗകാന ബുഅദുൻ അകൽച്ചയുണ്ടായാലോ ബൈനദൈനിൻ അവർക്ക് രണ്ടാൾക്കും ഇടയിൽ അകൽച്ച ഉണ്ടായാലോ ഫയുഫ്സഹു ആ ബന്ധം അഴിക്കപ്പെടുകയും ചെയ്യുമല്ലോ. ഫസ്ഖ് എന്ന വാക്കിലാണ് യുഫ്സഖ് എന്ന വാക്കുണ്ടായത്. ഫസ്ഖ് പറഞ്ഞ ഭാര്യ ഭർത്താവിനെ വിട്ടിരിക്കാം, കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഒന്നും കൂടി. ഒരു മനുഷ്യന്റെ കരീൻ ഹക്കൻ യഥാർത്ഥമായിട്ടും ഹബീബുഹു അവന്റെ ഹബീബാണല്ലോ. വലൗകാന ബുഅദുൻ ബൈന ദൈനിൻ അവർക്കിടയിൽ രണ്ടാൾക്കിടയിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടായാലോ ഫയുഫ്സഹു ആ ബന്ധം ഫസാദാക്കപ്പെടുകയും ചെയ്യുമല്ലോ, അഴിക്കപ്പെടുകയും ചെയ്യുമല്ലോ. ഫഇന്ന ഇലാഹൽ ഖൽഖി അദ്റാജ ഹബ്ബഹു അലാ ഹുബ്ബി ഖൈരിൽ ഖൽഖി യാ മൻ യുവബ്ബിഹു. ഫഇന്ന ഇലാഹൽ ഖൽഖി രക്ഷിതാവിന്റെ ഇലാഹായ സൃഷ്ടികളുടെ ഇലാഹായ തമ്പുരാൻ അദ്റജ ഹുബ്ബഹു അവന്റെ പ്രേമത്തെ കടത്തി അലാ ഹുബ്ബിൽ ഖൈർ അലാ ഹുബ്ബി ഖൈരിൽ ഖൽഖി തന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ആളുടെ പ്രേമത്തിന് മേൽ കടത്തി. അത് എന്നെ പ്രേമിക്കണം മാത്രമല്ല, എൻ്റെ റസൂലിനെ പ്രേമിക്കണം എന്ന് കൂടി അള്ളാഹു എടുത്തു പറഞ്ഞു. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും ഔ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ ഔ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. അള്ളാഹുവിനെയും റസൂലിനെയും പ്രേമിക്കുന്നതിനേക്കാൾ ലോകത്ത് എന്തിനെങ്കിലോടെങ്കിലും നിങ്ങൾക്ക് പ്രേമം വന്നാൽ നിങ്ങൾ അള്ളാഹിന്റെ ശിക്ഷയെ കാത്തിരുന്നോളി പറഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹിനോടുള്ള പ്രേമത്തിന്റെ ഒപ്പം ആരെയും കയറ്റി? അള്ളാഹിനെ കയറ്റി. പിന്നെ എങ്ങനെ നമ്മൾ പറയുന്നത്? ഇന്ന ഇലാഹൽ ഖൽഖി അദ്റാജ ഹുബ്ബഹു അലാ ഹുബ്ബി ഖൈരിൽ ഖൽഖി യാ മൻ യുവബ്ബിഹു. സൃഷ്ടികളുടെ ഇലാഹായ തമ്പുരാൻ അദ്റജ കടത്തിക്കൂട്ടി ഹബ്ബഹു തന്റെ പ്രേമത്തെ അലാ ഹുബ്ബി ഖൈരിൽ ഖൽഖി തന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ആളുടെ പ്രേമത്തിന്റെ മേൽ കടത്തിക്കൂട്ടി. യാ മൻ യുവബ്ബിഹു ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാൻ നടക്കുന്നവനെ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രേമിക്കുന്നത്.
യമൻ ഒരാൾ യുവഭ്യഹു ആക്ഷേപിക്കാനും അഹങ്കാരം പറയാൻ നടക്കണോനെ, റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നതിൻ്റെ പേരിൽ അഹങ്കാരം പറയാൻ നടക്കുന്നതിനെ ആക്ഷേപിച്ച് അഹങ്കാരവും ദമ്പത്തരവും പറയാൻ നടക്കുന്നവനെ ഞങ്ങൾക്ക് ഈ പ്രശ്നമല്ല. എന്തുകൊണ്ട്? ഞങ്ങളെ പടച്ച റബ്ബ് പോലും റബ്ബിന്റെ പ്രേമത്തെ ആരെ പ്രേമത്തിന്റെ മേൽ കയറ്റിയിട്ടുണ്ട് റസൂലാണ്. പിന്നെ എങ്ങനെ ഞങ്ങൾ പ്രേമിക്കാതിരിക്കണം? മനസ്സിലായില്ലേ? ആണ് പറഞ്ഞ വാക്ക്. എനക്ക് നടക്കട ഇജ്ജി കൊല്ലുന്നറിയോ വന്നു ഞങ്ങൾ പറയും. അങ്ങനത്തെ ഒരു പ്രേമാവുലിയാക്കന്മാരുണ്ട് ഒരു ജനതക്കുണ്ടെങ്കിൽ ഇവനൊന്നും മിണ്ടൂല. ആ ഔലിയാക്കന്മാരെയൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇവന്റെ ഒക്കെ തല നിരച്ചിട്ട് കാലത്രയായി. ഇവനൊക്കെ ആ നാട്ടിൽ ഇക്കാലം വരെ പറഞ്ഞിട്ടില്ലല്ലോ. എടോ, ഇവൻ ആ നാടിന്റെ മേൽ അറിയപ്പെടുന്ന ഈ ചങ്ങാതി, ആ നാടിന്റെ മേൽ അറിയപ്പെടുന്ന ഈ ചങ്ങായിക്ക് നരച്ചിട്ട് ഇനി അവിടെ നിരക്കാൻ ബാക്കിയുള്ളത്. അത് 800 വീണാലല്ലോ, എൻ്റെ ആയുസത്രയാലല്ലേ. എന്തേ ഇങ്ങനത്തെ ഒരു പ്രസംഗം നടത്താഞ്ഞു? സുന്നികൾ ഇവരെല്ലാം വിട്ടിട്ടുണ്ട്. സുന്നികളുടെ എല്ലാവരുടെയും കേന്ദ്ര ബിന്ദു ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റും ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരവുമാണ്. സുന്നി മൂല്യന്മാര് താടി നരച്ച വലിയ വലിയ ഊസാൻ താടികൾ നരച്ച താടിവാരന്മാരായ ആളുകൾക്ക് വരെ അവരെ മാത്തും, അവിടെ ആളുകളെ കയറ്റുന്ന മാത്തവും ഇറക്കുന്ന മാത്തവുമാണ് എന്ന് ഓന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഔലിയാക്കന്മാരെയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ദുന്യാവിന്റെ ഔലിയാക്കന്മാരെയാണ് ഇവർ പിടിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. ഇനി പഴയ ഔലിയാക്കന്മാരെ എത്രയും ചീത്ത പറയാം, അതുകൊണ്ട് കുഴപ്പം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ സുന്നി മൂല്യന്മാർക്ക് അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഔലിയാണ്. ഇവനക്കട ഈ നാട്ടിന്റെ മേൽ പറയപ്പെടുന്ന ഇവൻ, ഈ ചെങ്ങാതിയൊക്കെ ജനിച്ചിട്ട് കാലത്രേ. ഇങ്ങനെ പ്രമാദമായ ഒരു പ്രസംഗം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. എവിടെയെങ്കിലും മൂലക്കരിന്ന് പറഞ്ഞോന്നല്ലാതെ. എന്തേ കാര്യം? ഇവരൊക്കെ എല്ലാ ദിവസവും കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ സുന്നി പണ്ഡിതന്മാരിൽ. പറയാൻ വാക്കുകളില്ലാണ് പറയുന്നത് ഓരോ സുന്നി മൂല്യന്മാരെ പറ്റി. ഓരോ സുന്നി മുസ്ലിയാക്കന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിറ്റേന്ന് പ്രസ്താവനകളാണ് ഇവരുടെ. ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും വലിയ മഹാന്മാരാണ് പെരുന്നാൾ. അങ്ങനെ പ്രശംസിക്കുന്നത് എന്തേ? അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇനിയിപ്പോ ഇതൊന്ന് CM-നെന്ന് കുറ്റം പറഞ്ഞ ആരും അനങ്ങൂല. കുറച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ കുറ്റം പറയും, അപ്പം അനങ്ങൂല. പിന്നെ അള്ളാഹിനെ അപ്പോഴും അനങ്ങൂല. നമ്മൾ മാത്തായ കറാഹത്ത് ചെയ്യാത്ത മഹാന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റേജിൽ കൂടി നടക്കും. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാന്മാരാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞു നടക്കും സ്റ്റേജിൽ കൂടെ. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും സ്റ്റേജിൽ കറാഹത്തൊക്കെ ചെയ്യാത്ത ആളുകളായിരിക്കും. കുറച്ചു കാലം പിന്നെ നാട്ടുകാർക്ക് നേരം വെളുത്തിട്ട് നാട്ടുകാർ ആട്ടിത്തല്ലും. എല്ലാത്തിനെയും തുപ്പിയും തലയെ കിട്ടും, താടി ഒരുത്തനെ കണ്ടാൽ തല്ലും, ബസ്സിലിട്ട് പെണ്ണുങ്ങൾ തല്ലും. ഈ നിലക്ക് പോയാൽ കാര്യം ഇവർക്ക് ഇവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമല്ല. തല്ലാമണി പറയല്ല, പക്ഷെ ഈ നിലക്ക് അവിടെ എത്തും. ജനങ്ങളെ കൽബിൽ നിന്ന് ഇതൊക്കെ എടുത്തു കളയാൻ നമ്മൾ തന്നെ കാരണം. ലോകത്തെ ഏറ്റവും വലിയ തമ്മാടികളാണ് ഒരു ജനതയെ, ഒരു ജനത ഒരു മനുഷ്യനെ അല്ലമീൻ എന്ന് വിളിച്ച്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, എത്ര തമ്മാടിയാണെങ്കിലും നല്ലോനോട് ബഹുമാനുണ്ടാവും. ആ മനുഷ്യൻ ഒരിക്കൽ പോലും അവരെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല. ഇതിനെന്താ മനസ്സിലാക്കണം? കഅബാലയത്തിന് 9 മുഴം മാത്രമേ ഒരു പെണ്ണിന്റെ വീട്ടിലേക്കുള്ളൂ. ആ പെണ്ണ് ഒരിക്കൽ പോലും ആ ബിംബം വെച്ച കഅബാലയം തവാഫ് ചെയ്യാൻ വന്നിട്ടില്ല. ആ പെണ്ണിനെ മക്കക്കാർ വിളിച്ചത് അത്വാഹിറാണ്. അത്വാഹിറ, പരിശുദ്ധ. മക്കക്കാർ കൊടുത്ത പേരാണ് ഖദീജ ബിവിക്ക്. എന്ത്? അത്വാഹിറ, പരിശുദ്ധ. ആരായി വിളിക്കുന്നവര്? ആനത്തമ്മാടികൾ. ആരാണ് മുസ്തഫ നബി അൽ അമീൻ എന്നും അസ്വാദിഖ് എന്നും വിളിച്ചത്? ഹബീബ റസൂലുള്ളാഹിന്റെ പേരാണ് എന്ത്? അൽ അമീൻ, അസ്വാദിഖ്. റസൂലുള്ളാഹിക്ക് മക്കക്കാർ കൊടുത്ത പേര്. ആരവര്? ഭൂലോക തമ്മാടികൾ. ഇതിനൊരു അർത്ഥമുണ്ട്. എന്ത്? ജനം എത്ര മോശപ്പെട്ടാലും നല്ലൊരുമായിരിക്കും. ആണോ അല്ലേ? ഒരെത്ര തമ്മാടികളാണെങ്കിലും ജനങ്ങൾ, പണ്ഡിതന്മാരെ ജനങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ മോശപ്പെട്ടവരായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആക്ഷേപിക്കൂല. ലോക ചരിത്രം അതിനെ നിങ്ങൾ പറയരുത്. മനുഷ്യൻ എത്ര സാധാരണ ജനങ്ങൾ എത്ര മോശമായി പോയാലും പണ്ഡിതന്മാരാണ് ബഹുമാനിക്കും. അവരെ കണ്ടമുണ്ടയച്ചത് ആരും വെച്ചു. ആരും കേൾക്കണ്ട. ആരും അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസം ഇല്ല. ആണോ അല്ലേ? വ്യത്യാസമില്ല. ഈശ്വര വിശ്വാസി നിരീശ്വരവാദിന്ന് വ്യത്യാസം പോലില്ല. നിരീശ്വരവാദി ബഹുമാനിക്കും. നല്ല മനുഷ്യനാണ്. ദൈവമൊക്കെ വേറെ നല്ല മനുഷ്യനാണ്. ഇന്ന് നാടാകെ എവിടെയും പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന സ്വരങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന് കാരണം എന്താ? വ്യക്തിപരമായി പണ്ഡിതന്മാർ ദുഷിച്ചു പോയതാണ്.
നന്നാവല്ലാത്ത രക്ഷയില്ല. ഉമ്മത്തിനെ നന്നാക്കിയെടുക്കണമെങ്കിൽ സമ്മേളനങ്ങൾ നടത്തിയിട്ട് കാര്യമല്ല, വ്യക്തി ജീവിതം നന്നാക്കിയെടുക്കണം. എത്ര സമ്മേളനം നടത്തിയിട്ട് കാര്യം, സമൂഹം നന്നാവില്ല. അള്ളാഹുവിന്റെ ഹബീബ് സമ്മേളനം നടത്തിയില്ലല്ലോ. നിങ്ങൾ ചിന്തിക്ക്, 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോവുക. ആ സമയത്തും അവരുടെ വദിഅത്ത് സമ്പത്തുകൾ, സൂക്ഷിപ്പ് സമ്പത്തുകൾ റസൂലുള്ളാഹിന്റെ വീട്ടില്ല. ഇവരൊക്കെ നബിയെ കൊല്ലാൻ നടക്കുക. എന്നാൽ സൂക്ഷിപ്പ് മുതൽ നബിൻ്റെ അടുത്ത എന്തേ ഒരു സാധനം കൊടുത്താൽ മര്യാദയ്ക്ക് തിരിച്ചു കിട്ടാൻ അയാളെ പറ്റുള്ളൂ. അപ്പൊ വിശ്വാസത്തെ എന്താണ് ആ വിശ്വാസം? എന്താണത് ആലോചിക്കത്ത്? വാളും കൊണ്ട് വന്ന ഇവർക്ക് എന്താ, കൊന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അകത്ത് വെച്ച് സാധനം അകത്തുണ്ടാവും, അത് എവിടേക്കും പോവില്ല. അതായത് കൊന്നെടുക്കാൻ വേണ്ടി വന്നതല്ല അവര്. നീ കൊന്നാൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല. എവിടെ മുഹമ്മദ് എന്ന് ചോദിക്കേണ്ടതില്ല, അതിൻ്റെ ഉള്ളിലുണ്ടാവും. എവിടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ സാധനങ്ങൾ എവിടെയെന്ന് ചോദിക്കേണ്ടി വരൂല, അതവിടെ ഉണ്ടാവും. അപ്പൊ ആ ജനതയ്ക്ക് ഈ മനുഷ്യനുള്ള വിശ്വാസത്തിന്. എന്നിട്ട് ഈ മനുഷ്യനോ പോണീന്റെ മുമ്പ് എന്ത് ചെയ്ത്, ഞാൻ കൊല്ലാൻ നടന്നവരെ ഇതാ ഞാൻ അത് മുണ്ട് കെട്ടി കൊടുക്കാം. പിന്നെ പിറ്റേന്ന് ഉത്തബത്തും ഷൈബത്തൊക്കെ മക്കന്ന് ഫോൺ ചെയ്ത്, ഇല്ല നിങ്ങൾ സാധനം അവിടെ അയച്ചിനെ കൊല്ലാൻ നടക്കല്ലേ, അതിൻ്റെ സാധനം മടക്കി തരേണ്ട ബാധ്യത എനിക്കെന്താ, ഈ പണിയൊക്കെ. അപ്പോൾ മദീനത്തിന് പോയപ്പോൾ യോഗം കൂടി, എന്താ കുറച്ച് മക്കാരുടെ സാധനങ്ങളുണ്ടെന്ന് ആക്ഷേപം വരുന്നുണ്ടല്ലോ. അപ്പോൾ നബി എന്ത് പറയാ, ഒരു നമ്മളെ കൊല്ലാൻ വന്ന് ഞാനെടുത്ത് പോന്നു. അപ്പം മദീനക്കാരെന്ത്, അതങ്ങനെ തന്നെ വേണ്ട. ഒരു കൊല്ലാൻ നടക്കണോ അല്ല, സാധനം കൊടുക്കേണ്ട ആവശ്യം നമ്മക്കെന്താ. ഞങ്ങളോട് അലി ബിൻ അബി ത്വാലിബിനെ വിളിച്ച് ഇതിവൻ്റെതാ ഓരോ ദിനം അതിൻ്റെ ഇന്നത് 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 തിരിച്ചു കൊടുത്തിട്ട് നാളെ പോന്നാൽ മതി. ആ സാധനങ്ങൾ തിരിച്ചെത്തിക്കണം, എന്നിട്ട് ഹിജ്റ വരാൻ പാടുള്ളൂ. ആരാ? അവരൊക്കെ അവരെ സമ്പാദ്യങ്ങൾ, അതായത് അവർക്ക് അത്യാവശ്യമില്ലാത്ത സമ്പാദ്യങ്ങൾ, പിന്നീട് ആവശ്യമുള്ള സാധനങ്ങൾ. എപ്പോഴും കൊള്ളക്കാരും കള്ളന്മാരും കയറാൻ സാധ്യതയുള്ള വീടുകളാണ്. അപ്പൊ ഈ വീട്ടിൽ വിശ്വസ്തമായ വീടാണ്, അല്ലെങ്കിൽ അവരുപയോഗിക്കും. ആരെ കൊടുത്താലും അത് തിരിച്ചു കിട്ടൂല. മുഹമ്മദിനെ തിരിച്ചു കിട്ടും. അത് ശത്രു മിത്രം എന്ന വ്യത്യാസമല്ല, മുഹമ്മദിനെ എന്തുകൊടുത്താലും തിരിച്ചു കിട്ടും. അപ്പൊ കൊടുത്തു. എന്നിട്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരുമാണ്, അത്രയും പോക്കിരിയാണ്, ആർക്കും അനങ്ങാൻ കഴിയൂല. അലി ബിൻ അബി ത്വാലിബിനെ കയ്യിൽ സ്ഥാനം ഏൽപ്പിച്ചാൽ അത് ആ സ്ഥാനത്തെത്തും. അലിയെ തോൽപ്പിക്കാൻ കഴിയാൻ ഒരു യോദ്ധാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ലോകത്തില്ല, ചരിത്രത്തിലില്ല. അലിയെ ഏൽപ്പിച്ചു, ഇതൊക്കെ അവിടെ ഇവിടെ തിരിച്ചു കൊടുക്കണം, എന്നിട്ട് പോന്നാൽ മതി. അലി ബിൻ അബി ത്വാലിബ് എന്ത് ചെയ്തു, എല്ലാം തിരിച്ച് എല്ലാവർക്കും അവരൊക്കെ ഒരു സാധനം എത്തിച്ചു കൊടുത്ത് അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചേർന്നു. ഇതൊക്കെയല്ലേ സംഭവം. അത്രയും വിശ്വാസമാണ്. പിന്നെ അവർ കൂട്ടത്തിൽ കൂടുമ്പോൾ നാശാകുകയാണ്. ഒരൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നു എന്ത്, നമ്മളിതിന് മെനക്കെടാൻ പാടില്ല, ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഒപ്പുള്ളത് അബൂജഹൽ, ഓനെ നമുക്കറിയില്ല, ഓനെ പെരി കയറ്റാൻ പറ്റും. മനുഷ്യന്റെ ഏകാന്തതയിൽ മനുഷ്യൻ ചിന്തിക്കോലെ എന്ത്. കൂട്ടത്തിൽ കൂടുമ്പോൾ അവരൊക്കെ കൊല്ലാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ പോലും, കൂട്ടത്തിൽ കൂടുമ്പോൾ ഇവരെല്ലാവരും കൊല്ലാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ പോലും ഒറ്റക്കൊറ്റക്ക് മനുഷ്യൻ ചിന്തിക്കൂലേ? എന്താ ചിന്തിക്കുക? അബൂജഹലിനോൽക്കറിയാലോ ആരെ. അബൂജഹലിനോടത്ത് ഒരു പെണ്ണിനെ നടത്താൻ പറ്റൂല, അബൂജഹലിന് ഒരു 10 പൈസ കൊടുക്കാൻ പറ്റൂല. ഓൻ ആ ജാതി പെണ്ണിനോട് അപമര്യാദയായി പെരുമാറുന്നവനാണ്. ഓ കണ്ടോരെ മുഴുവൻ ബലാത്സംഗം ചെയ്യുന്നവനാണ്. കണ്ടോരെ പോയി പൈസ അപഹരിക്കുന്നവനാണ്. തമ്മാടിയാണ്, വ്യഭിചാരിയാണ്, തമ്മാടിയാണ്. ആര്? അബൂജഹൽ. ഇത് ഈ മനുഷ്യൻ ജീവിതത്തിൽ അപമര്യാദ ജീവിതത്തിലില്ല, ചരിത്രത്തിലില്ല. ബാപ്പ അബ്ദുല്ലാൻ എന്ന മനുഷ്യനെ പറ്റിയ ഒരു അബദ്ധം പറയാൻ ഒരാൾക്കില്ല. മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു അബ്ദുള്ള. അവരുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ ഒരു ബാപ്പയാണ്. അതിന് പത്തരമാറ്റത്തെ കുട്ടിയാണിത്. അപ്പൊ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരൊക്കെ ആലോചിക്കൂലേ, മക്ക ഫത്തഹിനെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ പൊയ്ക്കോളി പറഞ്ഞിട്ട് പോകൂലല്ലോ. എന്തുകൊണ്ട്? ഈ ദിവസത്തിനോട് ഒരു കാത്തിരുന്നാണ് സ്വതന്ത്രമായി വിശ്വസിക്കാൻ. ഇത് പൊയ്ക്കോളി ആരും വിളക്കണ്ട, നിങ്ങളെ വീട്ടിൽ പോയി പാർത്തോളൂ, നിങ്ങൾ ഇവിടെ ഒരാൾക്കും പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോളൂ. ആര് പോയില്ല? പോലല്ലോ. ഇന്നലെ വരെ അവർ ഭയപ്പെട്ടിരുന്നവർ ഇനി അവർക്ക് ഭയപ്പെടേണ്ടല്ലോ. അവരെന്ത് പറഞ്ഞു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്.
ആരടക്കം പറഞ്ഞു? ഹിന്ദ്. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഹംസ റളിയല്ലാഹുവിന്റെ കരള് ചവച്ച് തുപ്പിയില്ലേ, അതൊന്നും വേറെ പറയാൻ നടക്കണ്ട. അതൊക്കെ അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യമാണ്. അതൊക്കെ നല്ല. ഹിന്ദ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് വേണ്ടി വളരെ സേവനം ചെയ്ത മഹദിയാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. ആരുടേത്? മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയേ. നിങ്ങൾ അബൂ സുഫിയാൻ കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യപ്പെടണ്ട. ഈ അബൂ സുഫിയാനൊക്കെ പിന്നെ ഇസ്ലാമിന് ചെയ്ത സേവനം എത്രയാ? ഹിന്ദ് റളിയല്ലാഹു അൻഹ ചെയ്ത സേവനം എത്രയാ? വളരെ വലിയ സേവനം, വളരെ വലിയ സേവനം. യർമൂക്ക് യുദ്ധക്കളത്തിൽ ഹിന്ദുണ്ട്, ഭർത്താക്കന്മാരെ കൂടെ പോയതാ. അപ്പൊ പട പിന്തിരിഞ്ഞോടി, കുറച്ചാളുകൾ പിന്തിരിഞ്ഞോടി. അപ്പോൾ ഹിന്ദ് ഇറങ്ങി വരിക. ഇത്ര വലിപ്പമുള്ള ആണായിട്ട് പായാൻ ശത്രുക്കളെ മുന്നിൽ പാട്ടുപാടി. നിമിഷ കവിയാ, കവിയത്രയാ. ആര്? ഹിന്ദ് റളിയല്ലാഹു അൻഹ പാട്ടുപാടി. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞിരുന്നു. എന്നിട്ട് അവര് പിന്തിരിഞ്ഞോടുന്ന ആളുകളെ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് അയച്ചു. ആ യുദ്ധം ജയിച്ചു. ആ കാലത്തിന് ശേഷം ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണകാലം, യർമൂക്ക് യുദ്ധം അന്നാണ്. അതിനെത്ര സമ്പത്ത് ചെലവാക്കി? കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ പിന്നെ ഇസ്ലാമിക പ്രചാരണത്തിന് ചെലവാക്കിയത് ആര്? ഹിന്ദ് റളിയല്ലാഹു അൻഹ. നമ്മളെ മനസ്സിലാകെ ഹംസ റളിയല്ലാഹുവിന്റെ കരള് കടിച്ചു തുപ്പിയ ഒരു ഹിന്ദേ ഉള്ളൂ. ആ വേള നമ്മൾ കേട്ടിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അതിനെ കുറ്റം പറയണ്ട. അവർക്ക് അക്കാലത്ത് എന്തില്ല? വിവരമില്ല. ദീന് വിവരമില്ലല്ലോ. പിന്നീട് അവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവർ എത്തിയപ്പോൾ അവർ എത്ര നല്ല മനുഷ്യന്മാരായി. ഹിന്ദ് റളിയല്ലാഹു അൻഹ മഹത്വം ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. പിന്നീട് ഇൻഷാ അല്ലാഹ് അതൊക്കെ അവസരം വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ മഹദിയാണ്. അള്ളാഹു അവരെ ദറജകളൊക്കെ ഏറ്റി കൊടുക്കട്ടെ. മുസ്തഫ നബിന്റെ സ്വഹാബിയത്തല്ലേ ഹിന്ദ് റളിയല്ലാഹു അൻഹ. സയ്യിദ്ന അബൂ സുഫിയാൻ, സയ്യിദ്ന മുആവിയക്ക് ഒരു യസീദ് എന്നൊരു മകനുണ്ടായിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നവൻ എന്ത് ദീനാടോ? മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുക. യസീദ് മകൻ തന്നെ ശരിയോ? യസീദ് തമ്മാടി എഴുന്നേറ്റ്. മുആവിയ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാ. കന്നാൻ തമ്മാടിയായത് നൂഹ് നബി മോശവോ? പറയൂട്ടി, കന്നാൻ തമ്മാടിയായതുകൊണ്ട് നൂഹ് നബി മോശവോ? ഇല്ല. യസീദ് തമ്മാടി ഉണ്ടായിരുന്നില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു മഹാനല്ലേ? ഒരു വാപ്പയല്ലേ സയ്യിദ്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എത്ര വലിയ മഹാന്മാർ. അവർക്കന്ന് അറിയൂല, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സാഹചര്യം അവർക്കില്ല. പിന്നെ എല്ലാം മക്കഫത്തോടു കൂടി മാറി. പിന്നെ അവർ ദീനിന്റെ നിറകുടങ്ങളായി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതൊക്കെ ചിന്തിക്കണം. ഒരു മനുഷ്യനെ ആക്ഷേപിക്കുമ്പോൾ ആലോചിക്കണം അവരൊക്കെ എങ്ങനെ മരിച്ചത്. അതൊക്കെ വലിയ മഹാന്മാർ, മഹദികൾ. ആ സ്വഹാബിക്ക് നുജൂം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറഞ്ഞതിൽ ആരും പെടും? ഹിന്ദും പെടും റളിയല്ലാഹു അൻഹ. അതിനെ പറ്റുന്ന ഒരു അല്പം പോലും മനസ്സിൽ കറണ്ടായാൽ ഇമ്മാണ്ടാവില്ല. കാരണം അത്രയും നല്ല ആളുകളാണ് അവരൊക്കെ. പിന്നെ അത് അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യമാണ്. അത്രയും അവർക്ക് അറിയുള്ളൂ. എന്ന് ബാക്കിയെടുത്ത ക്ലാസ്സിൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശനിയാഴ്ച ഇതിന്റെ ബാക്കി പറയും. لئن صدني عن قبر عماد سأسربخ فما صدني عن شوقه الدهر فرسخ وما صدني عن ذكره عدل عاذلي فقد زادني تذكار طه الموبخ لساني وقلبي الدهر ذكر محمد ومن حاله حالي مدى الدهر يشمخ فإن قرين المرء حقا حبيبه ولو كان بعد بين ذين فيفسخ وإن إله الخلق أدراج حبه على حب خير الخلق يا من يوبخ. باقي إن شاء الله شنو